കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജിന്റെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും. കണ്ണൂർ ACPക്കാണ് അന്വേഷണ ചുമതല. 11-അംഗ പ്രത്യേക സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ മിഥുൻ പിള്ള നൽകും. മിഥുൻ, എന്തായാലും വലിയ ദുരൂഹമാണ് മരണം. അക്കാര്യത്തിൽ കൃത്യമായ ചോദ്യങ്ങൾ ഉയരുകയാണ്. എങ്ങനെയാണ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്? ആരൊക്കെ സംഘത്തിൽ? വിവരങ്ങൾ. രാഖി, 11-അംഗ അന്വേഷണ സംഘത്തെയാണ് നിലവിൽ രൂപീകരിച്ചിരിക്കുന്നത്. ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിലൂടെ തീരുമാനമാകുന്നത്. ഏതാണ്ട് 11-അംഗ അന്വേഷണ സംഘമുണ്ട്. അതിനെ കണ്ണൂർ ACPക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അതുകൂടാതെ കൃത്യമായി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അത് കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്യുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അന്വേഷണം തുടങ്ങുന്നതിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണം ഇന്ന് യോഗം ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണത്തിലേക്ക് കടന്ന് ബാക്കി നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ അന്വേഷണം തീരുമാനിച്ചിരിക്കുന്നത്. ഈ നിതിൻ രാജിന്റെ സഹപാഠികളുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്താനും അധ്യാപകരുടെ പക്കൽ നിന്നടക്കം മൊഴികൾ ശേഖരിക്കാനും തീരുമാനിച്ചിട്ടുമുണ്ട്. രാഖി, കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. പ്രത്യേക സംഘമായിരിക്കും ഇനി കേസ് അന്വേഷിക്കുക. കണ്ണൂർ ACPക്കാണ് അന്വേഷണ ചുമതല.